വർഗീയതയെയും ഉദാരവൽക്കരണ നയങ്ങളെയും ഒരുപോലെ എതിർക്കേണ്ട സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. കുവൈറ്റിൽ കലാ കുവൈറ്റ് സംഘടിപ്പിച്ച വർഗീയ വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ. റെയിൽവേയെ പോലും സ്വകാര്യവൽക്കരിക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഒന്നൊന്നായി വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർപെടുത്താൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളാണ്. വർഗീയത ആപത്തായി നിൽക്കുമ്പോൾ തന്നെ ജനജീവിതമാകെ തകർക്കുന്ന ഉദാരവൽക്കരണ നയം അതിൻ്റെ മറുപതിപ്പായി നിൽക്കുകയാണ്. ഇതിലേതെങ്കിലും ഒന്നിനെ മാത്രം എതിർത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ടിനെയും ഒന്നിച്ചെതിർത്തു പോകേണ്ട സാഹചര്യമാണ് ഇന്ന് രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്നത്. കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ കുവൈറ്റിൽ സംഘടിപ്പിച്ച വർഗീയ വിരുദ്ധ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാ കുവൈറ്റ് പ്രസിഡന്റ് TV ഹിക്മത്ത് അധ്യക്ഷനായിരുന്നു. കുവൈറ്റിലെ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകരും സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുവൈറ്റ്. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ വികസന പദ്ധതികൾക്ക് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അംഗീകാരം നൽകി. എക്സ്പോ വേദിയിലേക്കുള്ള മെട്രോ പാതയായ റൂട്ട് 2020 സ്റ്റേഷന്റെ മാതൃക, എയർപോർട്ട് റോഡ് വികസനം, എക്സ്പോ ലക്ഷ്യം വെച്ചുള്ള റോഡ് വികസനം തുടങ്ങിയവ അദ്ദേഹം അംഗീകാരം നൽകിയവയിൽ പ്രധാനപ്പെട്ടതാണ്. റെഡ് ലൈൻ പാതയുടെ തുടർച്ചയായി നിലവിൽ വരുന്ന റൂട്ട് 2020 മെട്രോ സ്റ്റേഷനുകൾ ചിറകുകളുടെ മാതൃകയിലാണ് നിർമ്മിക്കുന്നത്. നഖിൽ ഹാർബർ മുതൽ ടവർ മെട്രോ സ്റ്റേഷൻ വരെ 15 കിലോമീറ്ററാണ് പാത ദീർഘിപ്പിക്കുക. UAEയിലെ അപകടമേറിയ 6 റോഡുകളിൽ ഏറ്റവും മുന്നിൽ അബുദാബി അൽ ഐൻ റോഡാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തി. കഴിഞ്ഞ 8 മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ ജീവഹാനിയും സാമ്പത്തിക നഷ്ടവും വരുത്തിവെച്ച റോഡ് അപകടങ്ങളിൽ സംഭവിച്ചത് അബുദാബി അൽ ഐൻ റോഡിലാണ്. രാജ്യത്തെ അപകടമേറിയ 6 റോഡുകളിലായി ആകെ സംഭവിച്ച 230 റോഡ് അപകടങ്ങളിൽ 108 നടന്നത് ഈ പാതയിലാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അപകട കാരണങ്ങളിൽ പ്രധാനം അമിത വേഗതയും അപ്രതീക്ഷിതമായി വാഹനം തിരിക്കുന്നതും ഡ്രൈവർമാരുടെ അശ്രദ്ധയുമാണ്. ഷാർജയിലെ മഹില റോഡാണ് അപകടമേറിയ റോഡുകളിൽ 2ാം സ്ഥാനത്ത്. 28 അപകടങ്ങളാണ് ഈ റോഡിൽ നടന്നിട്ടുള്ളത്. 18 അപകടങ്ങൾ നടന്ന അജ്മാനിലെ മുഹമ്മദ് ബിൻ സായിദ് റോഡാണ് 3ാം സ്ഥാനത്ത്. മൂടൽമഞ്ഞുള്ളപ്പോൾ അപകടങ്ങളിൽപ്പെടാതിരിക്കാൻ ബൈക്ക് യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് അബുദാബി പോലീസിന്റെ മുന്നറിയിപ്പ്. കടുത്ത മൂടൽമഞ്ഞുണ്ടാവുകയും റോഡ് കാണാൻ സാധിക്കാതിരിക്കുകയും ചെയ്താൽ ബൈക്ക് റോഡരികിൽ ഒതുക്കി നിർത്തണം. മഞ്ഞ് മാറിയതിനു ശേഷം മാത്രമേ യാത്ര തുടരാവൂ. റെസ്റ്റോറൻറ്റുകളുടെയും മറ്റും ഹോം ഡെലിവറി ജോലിക്കാർ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണം. അപകടം ഉണ്ടാകാതിരിക്കാൻ പോലീസ് ജാഗ്രത പാലിക്കാറുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. കൈരളി അറേബ്യയിൽ തിരുവോണ ദിവസം സംപ്രേഷണം ചെയ്ത വടക്കൻ സെൽഫി സിനിമയുടെ ടെലിവിഷൻ പ്രീമിയറിനോട് അനുബന്ധിച്ച് നടത്തിയ സെൽഫി കോൺടെസ്റ്റിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ നാളെ വിതരണം ചെയ്യും. കൈരളി TV ദുബായ് സ്റ്റുഡിയോയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മലയാളം കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബിട്ടാസ് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. എയർ ടിക്കറ്റ്, ഗോൾഡ് വൗച്ചർ തുടങ്ങിയവയാണ് സമ്മാനങ്ങൾ. മിഡിൽ ഈസ്റ്റിലെ ആദ്യ ഹെൽത്തി സിറ്റിയായി ലോകാരോഗ്യ സംഘടന ഷാർജയെ തെരഞ്ഞെടുത്തു. ആരോഗ്യ പരിപാലന രംഗത്ത് ഷാർജ കൈവരിച്ച നേട്ടങ്ങൾ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പ്. ലോകാരോഗ്യ സംഘടനയുടെ ഹെൽത്തി സിറ്റീസ് പദ്ധതിയിൽ 2012 ഷാർജ ചേർന്നത്. സംഘടനയുടെ നിബന്ധനകൾ പാലിച്ച് മേഖലയിലെ ആദ്യ ഹെൽത്തി സിറ്റിയായി മാറാൻ കുറഞ്ഞ കാലം കൊണ്ട് സാധിച്ചതായി അധികൃതർ വ്യക്തമാക്കി. മിന ദുരന്തത്തിൽപ്പെട്ട് ഇതുവരെ തിരിച്ചറിയാത്ത ഹാജിമാരുടെ ബന്ധുക്കളിൽ നിന്ന് DNA സാമ്പിളുകൾ ശേഖരിക്കുമെന്ന് സൗദി വ്യക്തമാക്കി. ഇതിനായി സൗദിയിലുള്ളവർക്ക് വേണ്ടി മക്ക അൽ നൂർ ആശുപത്രിയിൽ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നാട്ടിലുള്ള ബന്ധുക്കൾ സൗദി അധികൃതരുടെ പുതിയ നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കാനും ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഹാജിമാരുടെ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. ആഗോളതല മത്സരക്ഷമതയിൽ UAEക്ക് 17ാം സ്ഥാനം. ലോക സാമ്പത്തിക ഫോറം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരമാണ് ഇത്. 2014 റിപ്പോർട്ടിൽ രാജ്യത്തിന് 12ാം സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. 14ാം സ്ഥാനത്തെത്തിയ ഖത്തർ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ മുൻപന്തിയിലെത്തി. തുടർച്ചയായി 7ാം തവണയും ഏറ്റവും മത്സരക്ഷമതയുള്ള രാജ്യമായി സ്വിറ്റ്സർലൻഡ് തിരഞ്ഞെടുക്കപ്പെട്ടു.
ദുബായ് മറീനയിൽ സ്കൈ ഡൈവിംഗിനിടെ ചെറുവിമാനം തകർന്നു വീണു. സംഭവത്തിൽ പൈലറ്റ് ഉൾപ്പെടെ ആർക്കും ഗുരുതര പരിക്കില്ല. ഇന്ന് രാവിലെ ദുബായ് മറീന ജലാശയത്തിന് സമീപമാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്ന് ദുബായ് മീഡിയ ഓഫീസ് വ്യക്തമാക്കി. വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം. ഈ സമയം സ്കൈ ഡൈവ് ചെയ്യാനായി എത്തിയവരും ഈ ചെറുവിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. സംഘപരിവാർ അനുകൂല നീക്കവുമായി മുന്നോട്ടു പോകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചു. BJP-യുമായി ചേർന്ന് മൂന്നാം മുന്നണിക്കുള്ള വെള്ളാപ്പള്ളിയുടെ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് CPIM-ഉം കോൺഗ്രസും അടക്കം നിരവധി സംഘടനകൾ വ്യക്തമാക്കി. കള്ളപ്പണം സംബന്ധിച്ചുള്ള തന്റെ ആരോപണങ്ങൾക്ക് വെള്ളാപ്പള്ളി മറുപടി പറയണമെന്ന് V. അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. SNDP-യെ സംഘപരിവാർ ചേരിയിലെത്തിക്കാനുള്ള വെള്ളാപ്പള്ളിയുടെ നീക്കത്തെ രൂക്ഷമായ ഭാഷയിലാണ് കേരളത്തിലെ വിവിധ സംഘടനകൾ എതിർത്തത്. എന്നാൽ ഇരു മുന്നണികളെ ആക്ഷേപിച്ചും RSS-നെയും BJP-യെയും ന്യായീകരിച്ചും വെള്ളാപ്പള്ളി ഇന്നും രംഗത്തെത്തി. ആരോപണ പ്രത്യാരോപണ പരമ്പരകളിൽ ഏറ്റവും ഒടുവിലെത്തിയത് VS അച്യുതാനന്ദന്റേതായിരുന്നു. നിയമനങ്ങളിൽ കോടികൾ കോഴ വാങ്ങിയ കള്ളപ്പണത്തിന്റെ തിണ്ടമിടുക്കിലാണ് നടേശൻ നടക്കുന്നത്. അതേപ്പറ്റി മറുപടി പറയണമെന്ന് ഞാൻ പല തവണ ആവശ്യപ്പെട്ടിട്ടും നടേശൻ എന്തേ മിണ്ടാത്തത്? വെള്ളാപ്പള്ളി വിഷയങ്ങളോട് ഇന്ന് പ്രതികരിച്ചത് ഇങ്ങനെ: അരുവിക്കരെ പാർട്ടിക്കെതിരായിട്ട് അവിടെ നിന്ന് പ്രവർത്തിച്ചിരുന്നു എങ്കിൽ പാർട്ടിക്ക് സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് കിട്ടുകയില്ല. VS പറഞ്ഞു, ഞാൻ വിചാരിക്കും ജയിക്കാൻ നോക്കുമ്പോൾ തോക്കും, തോക്കാൻ നോക്കുമ്പോൾ ജയിക്കും. അങ്ങനെ ചങ്കത്ത് കൈവച്ചെന്ന് പറയാനൊക്കെ മാരാരിക്കുള്ള നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിക്കുവാൻ കയറി ഇറങ്ങി നടന്ന പഴയ കാലങ്ങൾ അദ്ദേഹം മറന്നുപോയോ എന്നെനിക്ക് സംശയം. എല്ലാവരും ഇപ്പോൾ കൊടിയേരിയായാലും VS ആയാലും എന്നെ നിരന്തരം വേട്ടയാടുകയാണ്. സമുദായ നേട്ടമല്ല വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യമെന്നും കുടുംബത്തിനു വേണ്ടിയുള്ള കച്ചവടമാണ് ഇതൊക്കെയെന്നും VS രാവിലെ പറഞ്ഞിരുന്നു. SNDP-യിലൂടെ RSS അജണ്ട നടപ്പാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞു. ഈ വെള്ളാപ്പള്ളി നടേശനെ കരുവാക്കി RSS കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ SNDP യോഗത്തിൻ്റെ അണികൾ ഇതിന് കൂട്ടുനിൽക്കാൻ പോകുന്നില്ല. ഗുരുദേവ ദർശനങ്ങൾ നടപ്പിലാക്കാൻ സംഘപരിവാറിന്റെ ആവശ്യമില്ലെന്നായിരുന്നു KPCC പ്രസിഡന്റ് സുധീരന്റെ പ്രതികരണം. ഭൗതിക ലാഭത്തിനു വേണ്ടി നവോത്ഥാന മൂല്യങ്ങളെ ബലികഴിക്കാനാകില്ലെന്ന് കേരള പുലയ മഹാസഭയും വെള്ളാപ്പള്ളിക്ക് മറുപടി കൊടുത്തു. അതിപ്പോൾ ഏതൊരു സമുദായത്തിന്റെ നേതാവുമായി സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ അടിസ്ഥാനപരമായി ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന മൂല്യങ്ങളുണ്ട്. സംവരണത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റത്തിൽ പൈതൃക പ്രസ്ഥാനങ്ങൾ പുലർത്തേണ്ടുന്ന നിലപാടുകളുണ്ട്. അതിൽ വെള്ളം ചേർത്തുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും നിലപാടുകൾക്കും KPMS ഉണ്ടാകില്ല എന്ന്. അതേസമയം കേരളത്തിൽ മൂന്നാം മുന്നണിക്ക് സാധ്യതയില്ലെന്നായിരുന്നു ലീഗിന്റെ നിലപാട്. SNDP-ക്ക് BJP-യുമായി യോജിക്കാനാകില്ലെന്നും KPA മജീദും പറഞ്ഞു. ഇതോടെ വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ നീക്കത്തിന് പ്രതിഷേധങ്ങളുടെ പുതിയ രാഷ്ട്രീയമാണ് സംസ്ഥാനം ഇന്ന് രൂപപ്പെടുത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV ന്യൂസ്. കേരളത്തിൽ BJP-യുടെ വളർച്ച അവസാനിച്ചതുകൊണ്ടാണ് SNDP-യുമായി അവർ സഖ്യമുണ്ടാക്കുന്നതെന്ന വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസ്താവനയ്ക്ക് V. മുരളീധരന്റെ ഒളിയമ്പ്. ആരുടെയും വളർച്ച ആർക്കും പ്രവചിക്കാൻ കഴിയില്ലെന്നും എന്നാൽ താനായി പ്രസ്താവന നടത്തി ആരെയും മുറിവേൽപ്പിക്കാനില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി. വെള്ളാപ്പള്ളിയുമായുള്ള സഖ്യത്തെ ചൊല്ലി BJP-യിൽ അഭിപ്രായ ഭിന്നത ഉരുണ്ടുകൂടുന്ന സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളി ഉന്നയിച്ച വിഷയങ്ങൾക്ക് പരോക്ഷ മറുപടിയുമായി V. മുരളീധരൻ വാർത്താസമ്മേളനം വിളിച്ചത്. BJP-യുടെ വളർച്ച കേരളത്തിൽ അവസാനിച്ചുവെന്നും ഇനി വളർച്ചയുണ്ടാകണമെങ്കിൽ SNDP-യുമായി സഖ്യം കൂടിയേ തീരുമെന്നുമുള്ള വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസ്താവനയോട് കരുതലോടെയായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം. പിന്നെ ഒരു പാർട്ടിയുടെ വളർച്ചയെക്കുറിച്ചൊന്നും മറ്റാരും അല്ലല്ലോ പറയേണ്ടത്. അതൊക്കെ അതത് സാഹചര്യങ്ങളാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വളർച്ച കഴിഞ്ഞു എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു പാർട്ടിയുടെയും വളർച്ചയെക്കുറിച്ച് ആർക്കും പറയാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വിലയിരുത്താൻ ഈ പരസ്യമായിട്ട് ഞാൻ വിലയിരുത്തില്ല. സംസ്ഥാന നേതൃത്വത്തെ ഒഴിവാക്കി കേന്ദ്ര നേതൃത്വവുമായി SNDP നേരിട്ട് ചർച്ച നടത്തിയതിനെ പറ്റിയുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഈ ചർച്ചകൾക്ക് വഴിയിട്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം തന്നെയാണ്. സംസ്ഥാന തലത്തിൽ SNDP-യുമായി BJP-ക്ക് ഇപ്പോൾ ഒരു ഇഴയെടുപ്പമുണ്ടായിട്ടുണ്ട്. എന്നാൽ സഖ്യം എപ്രകാരമായിരിക്കുമെന്ന് ഇപ്പോൾ പറയാനാവില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സഖ്യം തീരുമാനിക്കുന്നത് പ്രാദേശിക നേതൃത്വമാണ്. സഖ്യമുണ്ടാവണമെങ്കിൽ BJP-യുടെ നിർദ്ദേശങ്ങളും മുരളീധരൻ മുന്നോട്ട് വെച്ചു. ഒന്ന്, SNDP പാർട്ടി രൂപീകരിക്കുമോ ഇല്ലയോ? രണ്ട്, SNDP ഏതൊക്കെ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ ഉദ്ദേശിക്കുന്നു? ആ സ്ഥാനാർത്ഥികളുമായിട്ട് ഏതു തരത്തിലുള്ള ധാരണയാണ് ഉണ്ടാവുക? വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന മാധ്യമ വാർത്തയോട് പ്രതികരണം ഇങ്ങനെ: ഈ പറയുന്ന സെന്റൻസിന്റെ കൂടെ ഞാൻ വേറെ സെന്റൻസ് വായിച്ചു. ഞാൻ തെരഞ്ഞെടുപ്പിനൊന്നും ഇല്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. ഇത് ഏതാ ഞാൻ വിശ്വസിക്കുന്നത്? ഞങ്ങളുടെ പാർട്ടിയിൽ ഇതുവരെ മുഖ്യമന്ത്രി സ്ഥാനം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം കിട്ടിയാലാണല്ലോ ഇതെല്ലാം നടക്കുക.
BJPക്ക് അകത്തുള്ള ആൾ വേണോ പുറത്തുള്ള ആൾ വേണോ എന്നുള്ള ചർച്ച ഭൂരിപക്ഷം കിട്ടിയാലാണല്ലോ അക്കൗണ്ട് തുറക്കാൻ പോകുമോ എന്നുള്ള സംശയമുള്ള പാർട്ടിക്ക് ഇക്കാര്യം ചർച്ചയുണ്ടല്ലോ. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. രാജ്യത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും PG പ്രവേശനം അഖിലേന്ത്യാ പ്രവേശന പരീക്ഷയിലൂടെ മാത്രമേ നടത്താവൂ എന്ന് മെഡിക്കൽ കൗൺസിലിന്റെ നിർദ്ദേശം. ഇനി മുതൽ സംസ്ഥാന സർക്കാരിനും മാനേജ്മെന്റുകൾക്കും പ്രവേശന പരീക്ഷകൾ നടത്താൻ അധികാരമുണ്ടാകില്ല. അടുത്ത വർഷം മുതൽ തീരുമാനം നടപ്പിലാക്കുമെന്നും മെഡിക്കൽ കൗൺസിൽ വ്യക്തമാക്കി. പ്രവേശന നടപടികളിലെ വ്യാപകമായ ക്രമക്കേടുകളും ദുരുപയോഗവും പരിഗണിച്ചാണ് മെഡിക്കൽ പ്രവേശന പരീക്ഷാ നടത്തിപ്പ് അഖിലേന്ത്യാ തലത്തിൽ മാത്രം നടത്താൻ തീരുമാനമായത്. ഇതുപ്രകാരം ഇനി മുതൽ സംസ്ഥാന സർക്കാരിനോ സ്വകാര്യ മാനേജ്മെന്റുകൾക്കോ പ്രവേശന പരീക്ഷകൾ നടത്താനാവില്ല. അടുത്ത വർഷം മുതൽ ഭേദഗതി നടപ്പാക്കാനാണ് ഇന്നലെ ദില്ലിയിൽ ചേർന്ന മെഡിക്കൽ കൗൺസിലിൽ ധാരണയായത്. എന്നാൽ തീരുമാനം അപ്രായോഗികമാണെന്നും ന്യൂനപക്ഷങ്ങൾ അവഗണിക്കപ്പെടുമെന്നും MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ പ്രതികരിച്ചു. ഇത് ഒരുപാട് കടമ്പകൾ, അതെന്താ വെച്ചാൽ മെഡിക്കൽ കൗൺസിലിൽ ഇരിക്കുന്ന ആൾക്കാരൊന്നും സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരല്ല. അവർ വിദ്യാഭ്യാസ രംഗത്ത് മരണത്തെ പറ്റി മാത്രമേ അവർ ചർച്ച ചെയ്യുന്നുള്ളൂ. അവർക്ക് ഈ പ്രശ്നങ്ങളെ പറ്റിയിട്ട് കാര്യമായിട്ട് അറിയൂല. അതാണ് അതിന്റെ പ്രശ്നം കിടക്കുന്നത്. പ്രവേശനം അഖിലേന്ത്യാ പരീക്ഷകൾ വഴി മാത്രമാക്കുന്നത് പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുത്തുമെന്ന് ആരോപണമുയർന്നു. കൂടിയാലോചനകൾ നടത്താതെയാണ് മെഡിക്കൽ കൗൺസിൽ തീരുമാനമെടുത്തതെന്നാണ് മാനേജ്മെന്റുകളുടെ നിലപാട്. നിർദ്ദേശത്തിനെതിരെ മാനേജ്മെന്റുകൾ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്മാർട്ട് സിറ്റി നിർമ്മാണത്തിൽ 30 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി. കെട്ടിട നിർമ്മാണത്തിനായി നിലവാരം കുറഞ്ഞ സ്റ്റീലും നിർമ്മാണ ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചെന്നാണ് ടീകോം കണ്ടെത്തിയത്. ടീകോമിന്റെ നേതൃത്വത്തിൽ വിശദമായ ഓഡിറ്റിംഗും ആരംഭിച്ചു. സ്മാർട്ട് സിറ്റിയുടെ ഒന്നാം ഘട്ടത്തിൽ പണി പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലാണ് അഴിമതി നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. നിർമ്മാണത്തിനായി നിലവാരം കുറഞ്ഞ സ്റ്റീലും നിർമ്മാണോൽപ്പന്നങ്ങളും ഉപയോഗിച്ചതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതേ തുടർന്ന് ടീകോം വിശദമായ ഓഡിറ്റിംഗും പരിശോധനയും തുടങ്ങി. 2 മാസത്തിനകം ഓഡിറ്റിംഗ് പൂർത്തിയാക്കുമെന്ന് ടീകോം അറിയിച്ചു. ക്രമക്കേടിനെക്കുറിച്ച് അറിയില്ലെന്നാണ് ചീഫ് സെക്രട്ടറി ജിജി തോംസണും സ്മാർട്ട് സിറ്റി CEO ബാജു ജോർജും പ്രതികരിച്ചത്. 6.5 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ നിർമ്മിച്ച IT മന്ദിരത്തിന്റെ നിർമ്മാണത്തിലാണ് 30 കോടിയോളം രൂപയുടെ ക്രമക്കേട് ടീകോം കണ്ടെത്തിയത്. മുൻ CEOയുടെ കാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് വീഴ്ചയുണ്ടായതെന്നാണ് വിശദീകരണം. നിയമന കാലാവധി പൂർത്തിയാകും മുമ്പ് CEO ജിജോ ജോസഫിനെ ടീകോം ഒഴിവാക്കിയത് നേരത്തെ വാർത്തയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബീഫ് സൂക്ഷിച്ചുവെന്നാരോപിച്ച് ഹിന്ദു വർഗീയവാദികൾ തല്ലിക്കൊന്ന മധ്യവയസ്കന്റെ കുടുംബം ഭീതിയിൽ കഴിയുകയാണ്. UP പോലീസ് കേസ് അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കുടുംബാംഗങ്ങൾ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. വീട്ടിൽ കയറി തല്ലിക്കൊന്ന ആളുകൾ ഇപ്പോഴും പരസ്യമായി ഗ്രാമത്തിലൂടെ നടക്കുകയാണെന്നും ബന്ധുക്കൾ ആരോപിച്ചു. അതിഭീകരമായ ആക്രമണമാണ് രാജ്യ തലസ്ഥാന അതിർത്തിയിൽ ഈ മുസ്ലിം കുടുംബം നേരിടേണ്ടി വന്നത്. കുടുംബത്തിന്റെ അത്താണിയായ മുഹമ്മദിനെ ബീഫ് കഴിച്ചുവെന്നും സൂക്ഷിച്ചുവെന്നതിന്റെയും പേരിൽ വർഗീയവാദികൾ തല്ലിക്കൊന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ മകൻ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ നിന്ന് മോചിതനായിട്ടില്ല. बिल्कुल नहीं आया। मेरे भतीजे को बेचारे को उठा के वहाँ तक ले जाने के लिए जो अस्पताल तक भी ले जावे. 100 കണക്കിന് ആളുകളാണ് മുഹമ്മദ് ഇക്ബാലിനെ അടിച്ചു കൊല്ലുവാനായി ഇതിലൂടെ ഇത്തരത്തിൽ കടന്നു വന്നത്. തുടർന്ന് ഈ ഗ്രില്ല് അടിച്ച് തകർത്തതിന് ശേഷം ഇവിടെ ബീഫ് സൂക്ഷിച്ചിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം ഈ വീടടക്കം അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം. ഇതിലൂടെയാണ് വലിച്ചിഴച്ചു കൊണ്ടുപോയത്. രക്തം പുരണ്ട പാടുകൾ മാത്രമാണ് വീടിനകത്ത് എങ്ങും കാണാനുള്ളത്. ഇതിനിടയിൽ പോലീസ് ഈ കേസ് അട്ടിമറിക്കുന്നതും ഭീതിയോടെയാണ് ഈ കുടുംബം കാണുന്നത്. ഇവിടെ വർഗീയതയുടെ വിത്തുകൾ മുൻപും പലവരും പടർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ബീഫ് സൂക്ഷിച്ചു എന്നതിന്റെ പേരിൽ ഒരു മനുഷ്യജീവൻ തന്നെ കൊത്തിയെടുക്കുന്നത് ന്യൂനപക്ഷ കുടുംബങ്ങളെ പേടിപ്പിക്കുന്നു. മുഹമ്മദ് അക്ലക്കിന്റെ വീട്ടിൽ ബീഫ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞത് ഈ അമ്പലത്തിലെ ഉച്ചഭാഷണിയിൽ നിന്നാണ്. ഹിന്ദുത്വവാദികളെന്ന് സ്വയം വിശേഷിപ്പിച്ച ബീഫ് കഴിച്ചു എന്നതിന്റെ പേരിൽ മാത്രം ഒരു മനുഷ്യജീവന് പുല്ലുവില നൽകിയവർ ആരുടെ വർഗീയത വളർത്തുകയായിരുന്നു, വർഗീയ ദാഹം തീർക്കുകയായിരുന്നു എന്ന ചോദ്യം ബാക്കിയാകുന്നു. ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനു ശങ്കരൻ, ദില്ലി. കായംകുളത്ത് 12 വയസ്സുകാരനെ നഗ്നനാക്കി മർദ്ദിച്ചു. സദാചാര പോലീസ് ചമഞ്ഞെത്തിയ ഒരു സംഘം ആൾക്കാരാണ് കുട്ടിയെ മർദ്ദിച്ചത്. ദൃശ്യങ്ങൾ വാട്സാപ്പിലൂടെ ഇവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. കുട്ടിയുടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ 5 പേരെ കസ്റ്റഡിയിലെടുത്തു. കായംകുളത്ത് ആളില്ലാത്ത വീട്ടിലാണ് കഴിഞ്ഞ ദിവസം 12 വയസ്സുകാരനെ മൃഗീയമായി പീഡിപ്പിച്ചത്. മുതിർന്ന കുട്ടികൾ നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചത് പുറത്തു പറഞ്ഞതിനുള്ള ശിക്ഷയുടെ ഭാഗമായി ഉടുതുണി അഴിച്ചുമാറ്റി മർദ്ദിക്കുകയും പിന്നീട് ഇതിന്റെ വീഡിയോ പുറത്തുവിടുകയും ചെയ്തു. പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാലാണ് സംഭവം പുറത്തറിയാൻ വൈകിയത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ബാക്കിയുള്ളവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.
പുതിയ വൈദ്യുതി കണക്ഷൻ എടുക്കുന്നവരിൽ നിന്ന് വൻതുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റായും പ്രോസസ്സിംഗ് ഫീസായും ഈടാക്കാനുള്ള ഉത്തരവ് KSEB മരവിപ്പിച്ചു. പുതിയ കണക്ഷന് 700 രൂപ പ്രോസസ്സിംഗ് ഫീസ് ഈടാക്കാനുള്ള തീരുമാനമാണ് മരവിപ്പിച്ചത്. തൊഴിലാളികളുടെ അനിശ്ചിതകാല സമരം ശക്തമായതോടെ സംസ്ഥാനത്തെ തോട്ടം മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. ട്രേഡ് യൂണിയൻ പ്രവർത്തകരുടെ രാപ്പകൽ നിരാഹാര സമരം തുടരുകയാണ്. മൂന്നാറിൽ ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ ആഹ്വാനം ചെയ്തിട്ടുള്ള സമരം വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ശക്തമായ മഴയും മഞ്ഞുമൊക്കെയുണ്ട്, തണുപ്പ് ഏറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ തണുപ്പിലും ഈ രാവിലെ വളരെ ശക്തമായിട്ടുള്ള ഈ തണുപ്പിലും ഒരർത്ഥത്തിലും പിന്നോട്ട് പോകാതെ ശക്തമായ രീതിയിൽ തന്നെ തങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നതുവരെ മുന്നോട്ട് പോകാനാണ്, സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ രാപ്പകൽ സമരത്തിൽ വലിയ പങ്കാളിത്തവും കാണാൻ കഴിയുന്നത്. 6 സ്ത്രീ തൊഴിലാളികളാണ് രാപ്പകൽ നിരാഹാര സമരത്തിൽ എത്തിയിരിക്കുന്നത്. അവർക്ക് പിന്തുണയുമായിട്ട് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ട്, തൊഴിലാളികളുടെ വലിയ സാന്നിധ്യമുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് മൂന്നാറിൽ മറ്റൊരു സമരം കൂടി ഉണ്ടായിരുന്നു. പെമ്പിളി ഒരുമയിലെ സ്ത്രീ തൊഴിലാളികളായിരുന്നു സമരരംഗത്തുണ്ടായിരുന്നത്. അവർ വൈകിട്ട് 6 മണി വരെ അവരുടെ സമരം തുടരുകയും അതിനുശേഷം അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇനി അടുത്ത ദിവസം 10 മണിയോടെയായിരിക്കും അവരുടെ സമരം ആരംഭിക്കുക. എന്നാൽ ട്രേഡ് യൂണിയനിലെ തൊഴിലാളികൾ ആഹ്വാനം ചെയ്ത ഈ സമരത്തിൽ നിന്ന് ഒരർത്ഥത്തിലും പിന്നോട്ടില്ല. ഈ പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യം നേടുന്നവരെ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. അതിന് വിവിധ ട്രേഡ് യൂണിയനിലെ നേതാക്കളും അവർക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്ന വേളയിലും ഇത് സംബന്ധിച്ച ഒരു തീരുമാനമെടുക്കുന്നതിന്, ഇവരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനെ, പരിഹരിക്കുന്നതിനെ ഒന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് ഉണ്ടായിട്ടില്ല. കമ്പനിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നിലപാട് ഉണ്ടായിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തര PLC ചേരണം എന്നുള്ള ആവശ്യം ശക്തമായിരിക്കുന്നത്. ഏതായാലും സമരം വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. വരും ദിനങ്ങളിലും ഇതേ രീതിയിൽ തന്നെ രാപ്പകൽ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തൊഴിലാളികളുടെ തീരുമാനം. മൂന്നാറിൽ നിന്നും സമീറിന്റെ റിപ്പോർട്ട്. മറ്റു വാർത്തയിലേക്ക്. പാലാ ചേറ്റുതോട് SH മഠത്തിൽ മരിച്ച സിസ്റ്റർ ജോസ് മരിയയുടെ മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു. തലയോട്ടിയിൽ ആഴത്തിലുള്ള മുറിവ് കണ്ടെത്തി. മരണകാരണമടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ ഇനിയും ഫോറൻസിക് പരിശോധന ആവശ്യമാണ്. പാലാ ലിസ്യു കോൺവെന്റിൽ സിസ്റ്റർ അമലയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സതീഷ് ബാബു സിസ്റ്റർ ജോസ് മരിയെയും കൊലപ്പെടുത്തിയതെന്ന് പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് സ്വാഭാവിക മരണമെന്ന് കരുതി പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ച മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത്. പോലീസ് സർജൻ ഡോക്ടർ രാജീവിന്റെ നേതൃത്വത്തിൽ 2 മണിക്കൂറിലേറെ നീണ്ടുനിന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തലയോട്ടിയിൽ ആഴത്തിലുള്ള മുറിവ് കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. നമ്മുടെ കയ്യിൽ അക്യൂസ്ഡിന്റെ ഒരു കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതനുസരിച്ചുള്ള കൊറോബറേറ്റിംഗ് എവിഡൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി 302 FIR എടുത്തു കഴിഞ്ഞു. ബാക്കി നമ്മൾ ഇതിന്റെ ഫാക്ട്സും ഇതിന്റെ സയന്റിഫിക് എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ച് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ. സിസ്റ്റർ ജോസ് മരിയെ സതീഷ് ബാബു കൊലപ്പെടുത്തിയതാണെന്ന് ശരിവെക്കുന്നതാണ് തലയോട്ടിയിലെ മുറിവ്. മൂർച്ചയേറിയ ആയുധം കൊണ്ടുള്ള മുറിവാണ് ഇതെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും മരണകാരണമടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ ആവശ്യമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പാലാ RDO CK പ്രകാശിന് ഡോക്ടർ രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൈമാറും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. 2 വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്ത് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ മകന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ഒരു അച്ഛനും അമ്മയും. തിരുവനന്തപുരം പേരൂർക്കട സ്വദേശിയായ മറൈൻ എഞ്ചിനീയർ ശരത്തിനെയാണ് അമേരിക്കയിൽ കപ്പൽ യാത്രയ്ക്കിടെ കാണാതായത്. മകൻ ജീവനോടെ ഉണ്ടെന്നും എന്നെങ്കിലും തിരിച്ചുവരുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് അച്ഛൻ പ്രഭാസുധനും അമ്മ ശ്രീലതയും. ഉറങ്ങുമ്പോഴും കണ്ണും കാതും തുറന്നു വച്ച് ഉണർന്നിരിക്കുന്ന ഒരു അച്ഛനും അമ്മയുമാണ് ഈ വീട്ടിലുള്ളത്. 2 വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്ത് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ മകൻ ഇന്ന് വരും നാളെ വരുമെന്ന പ്രതീക്ഷയിൽ കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് ഈ മാതാപിതാക്കൾ. വീട്ടിലെത്തുന്നവർ മകനെക്കുറിച്ച് ചോദിക്കുമ്പോൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമെങ്കിലും അവസാനിക്കുന്നത് പൊട്ടിക്കരച്ചിലാണ്. മറൈൻ എഞ്ചിനീയറിംഗ് പഠനം വിജയകരമായി പൂർത്തിയാക്കിയാണ് പേരൂർക്കട ഇന്ദിരാഭവൻ സ്വദേശി 24-കാരനായ ശരത് സിംഗപ്പൂർ കമ്പനിയുടെ കപ്പലിൽ എഞ്ചിൻ കേഡറ്റ് ട്രെയിനിയായി ജോലി നേടിയത്. പരിശീലനത്തിന്റെ ഭാഗമായി അമേരിക്കയിൽ നിന്നും കൊറിയയിലേക്കുള്ള കപ്പൽ യാത്രയിലാണ് ശരത്തിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നത്. കാണാതായ സാഹചര്യം പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നത് വെള്ളത്തിൽ വീണിരിക്കുക, വീണാൽ പോലും നീന്തലറിയാവുന്ന ഇയാൾ അങ്ങനെ നഷ്ടപ്പെടേണ്ട കാര്യമില്ലേ. മകന്റെ തിരോധാനത്തെക്കുറിച്ച് വ്യക്തമായൊരു വിശദീകരണം കപ്പൽ അധികൃതരിൽ നിന്നും ലഭിച്ചതുമില്ല. എന്നാൽ 2 മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ നിന്നും അച്ഛൻ പ്രഭാസുധന്റെ ഫോണിൽ അവിചാരിതമായി എത്തിയ 2 മിസ് കോളുകളും തുടർന്ന് ശരത്തിന്റെ ഫേസ്ബുക്ക് മണിക്കൂറുകളോളം ആക്റ്റീവായതും മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു.
കാത്തിരിപ്പിന്റെ 2 വർഷങ്ങൾ കഴിഞ്ഞിട്ടും തന്റെ മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഈ അച്ഛനും അമ്മയും. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം BJ മിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.